പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബിജെപിയിൽ പൊട്ടിത്തെറി. പട്ടിക ഏകപക്ഷീയമായാണെന്ന് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞു. ഇവിടെ തന്നെ പൊതുവെ ജനങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത്. പത്രമാധ്യമങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതലെന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പം പുതുതായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. കുറെ ആഗ്രഹിച്ച അപ്പുറത്ത് നിന്ന് എതിർ ശബ്ദം ഉയർത്തി അല്ലെങ്കിൽ പാർട്ടി നന്നാവണമെന്നുൾപ്പെടെ പറഞ്ഞ ആളുകൾക്കൊട്ടും സ്പേസ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഈ രണ്ട് പക്ഷത്തിന്റെ അവർക്ക് കൂടുതൽ സീറ്റ് നൽകി എന്നുള്ളത് അതെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-ലും 14-ലും, അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. നിലവിലെ ചെയർപേഴ്സണെ അറിയിച്ചിട്ടില്ല. ഇല്ല, എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നലെ 3 മണിവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. അവരെന്നെ കാണാൻ വന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. ഔദ്യോഗിക പക്ഷം കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ചേച്ചി, അല്ലേ? അതെ. പ്രത്യേകിച്ച് അവസാന സമയത്ത് ചേച്ചിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത് സംസ്ഥാന നേതൃത്വത്തോട് ചേച്ചിയെ കുറിച്ച് പരാതി പറഞ്ഞു. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ സംസ്ഥാന നേതൃത്വത്തിനെ സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പല മുന്നണികളിലും തർക്കങ്ങൾ പതിവാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് നഗരസഭയിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിലടക്കം പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യം. നഗരസഭാ അധ്യക്ഷയായ പ്രമീള ശശിധരന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകുന്നത്? തീർച്ചയായും പാലക്കാട് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പ്രമീള ശശിധരൻ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നത പാലക്കാടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പാലക്കാട് നഗരസഭയിൽ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തന്നെയാണ് പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്നതും പറയേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോയി എന്നതാണ് പ്രമീള ശശിധരൻ പറയുന്നത്. കൃഷ്ണകുമാർ പക്ഷം അവിടെ ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്നാണ് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. കൂടാതെ ഈ പട്ടിക ഏകപക്ഷീയമാണ് തയ്യാറാക്കിയെന്ന് പറയുന്നു. കൂടാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിലേക്ക് പോലും തന്നെ ക്ഷണിച്ചില്ല. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് കഴിഞ്ഞ ദിവസം 3 മണി വരെ താൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ്. താൻ മത്സരിച്ചിരുന്ന ആ വാർഡിലെ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ തന്നോടൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ല, തന്നെ അറിയിച്ചിട്ടില്ല, പ്രഖ്യാപന കൺവെൻഷനിലേക്ക് പോലും തന്നെ വിളിച്ചിട്ടില്ല എന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു നേതൃത്വത്തിനെതിരെ കൃഷ്ണകുമാർ പക്ഷം അവിടെ വലിയ രീതിയിൽ ആധിപത്യം കാണിക്കുന്നതെന്ന് തന്നെയാണ് പ്രമീള ശശിധരൻ പറയുന്നൊരു കാര്യം. കൂടാതെ ഏകപക്ഷീയമായി തന്നെയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിലേക്ക് തന്നെ വിളിച്ചിട്ടില്ല. കൂടാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ തൻ്റെ ഭാഗം കേട്ടിട്ടില്ല എന്ന കാര്യങ്ങളടക്കം പ്രമീള ശശിധരൻ പറയുന്നു. കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കൃത്യമായി നേതൃത്വത്തെ ഈ കാര്യം അറിയിച്ച് നേതൃത്വത്തോട് കാര്യം വിശദീകരിച്ചിട്ടുണ്ടെന്നും പ്രമീള ശശിധരൻ പറയുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദം ശക്തമായൊരു ഘട്ടത്തിലാണ് ഒരു പരിപാടിയിൽ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ പ്രമീള ശശിധരൻ പങ്കെടുക്കുന്നു. അതിൽ വലിയ രീതിയിൽ തന്നെ പാലക്കാട് ജില്ലാ നേതൃത്വം പ്രമീള ശശിധരനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം തന്നെയെല്ലാം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു അവസാന ഘട്ടത്തിൽ ക്രൂശിച്ചു എന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ കൃത്യമായൊരു വിശദീകരണം എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം അത് നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞിട്ടുള്ളത്. നേതൃത്വത്തെ അറിയിച്ചു, നേതൃത്വത്തിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായെന്നാണ് പ്രമീള ശശിധരൻ പറയുന്നത്. എന്തായാലും പാലക്കാട് BJPയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഏകപക്ഷീയമായി അവിടെ പട്ടിക തയ്യാറാക്കി കുറച്ച് നാളുകളായി അവിടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണ് എന്ന കാര്യമാണ് പ്രമീള ശശിധരൻ പറയുന്നത്. കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുത്തതെന്നാണ് പ്രമീള ശശിധരൻ പറയുന്നൊരു കാര്യം. കൂടാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിലേക്ക് തന്നെ വിളിച്ചിട്ടില്ല. തൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥി ആരാണെന്ന്
കഴിഞ്ഞ ദിവസം 3 മണി വരെ താൻ അറിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രമീള ശശിധരൻ പറയുന്നത്. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ് എന്ന കാര്യവും പ്രമീള ശശിധരൻ പറയുന്നു. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് പാലക്കാട്ടെ സാഹചര്യം പറയുന്നത്. എന്തായാലും ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കി സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം തന്നോട് അറിയിച്ചിട്ടില്ല എന്ന കാര്യങ്ങളടക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ. ശരി, സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പാലക്കാട് നഗരസഭയിൽ BJP-യിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. പട്ടിക ഏകപക്ഷീയമായാണ് അവതരിപ്പിച്ചതെന്നാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.